രാജ്യ തലസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ കർത്തവ്യപഥത്തിൽ കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഗംഭീരമായ അത് യുദ്ധസ്മാരകത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. യുദ്ധസ്മാരകത്തിൽ അല്പസമയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിക്കാൻ പോകുന്നു. അതിനുശേഷം കർത്തവ്യപഥത്തിലാണ് മാർച്ച് പാസ്റ്റ് അടക്കം നമ്മൾ എല്ലാ തവണയും കാണുന്നതാണെങ്കിലും ഓരോ തവണയും നമ്മൾ വിസ്മയകരമായ കണ്ണുകളോടുകൂടി കാണുന്ന ഒരു മാർച്ച് പാസ്റ്റ് വിവിധ സേനാവിഭാഗങ്ങളുടെ അടക്കം മനോഹരമായ രാജ്യത്തിന്റെ സേനാശക്തി വിളിച്ചറിയിക്കുന്ന മാർച്ച് പാസ്റ്റ് അല്പസമയത്തിന് കർത്തവ്യപഥത്തിൽ തുടങ്ങാൻ പോകുന്നു. ഈ അമർ ജവാൻ ജ്യോതിയിൽ യുദ്ധസ്മാരകത്തിൽ കാണുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഔദ്യോഗികമായ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക്, ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണല്ലേ? ഹഷ്മി, തീർച്ചയായും 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തുടക്കമാകും. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിക്കും. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയെ അനുഗമിക്കും. ഈ ചടങ്ങുകൾക്കായി 3 സേനാ വിഭാഗങ്ങളുടെയും പ്രത്യേക കണ്ടിജന്റുകൾ ഈ ചടങ്ങിന് സല്യൂട്ട് നൽകുന്നതിനായി ദേശീയ യുദ്ധസ്മാരകത്തിലുണ്ട്. ഒപ്പം തന്നെ അസം റൈഫിൾസ് അടക്കമുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഈ ദേശീയ യുദ്ധസ്മാരകത്തിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തുകയും രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് അവരുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അവർക്ക് ആദരം അർപ്പിക്കുകയും ചെയ്യും. രാജ്യത്തിനു വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികരെയും ഒരിക്കൽ കൂടി ഓർക്കുകയാണ് രാജ്യം ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ. ഇതിൻ്റെ ഏറ്റവും ആവേശകരമായ ഭാഗം എന്നുള്ളത് റിപ്പബ്ലിക് ദിന പരേഡ് തന്നെയാണ്. ആ റിപ്പബ്ലിക് ദിന പരേഡ് ഈ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും തുടക്കമാവുക. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇന്ത്യ ഗേറ്റ് പിന്നിട്ട് ദേശീയ യുദ്ധസ്മാരകത്തിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തി പുഷ്പചക്രം അർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ ഔപചാരികമായ ചടങ്ങുകൾ, റിപ്പബ്ലിക് ദിന പരേഡ് അടക്കമുള്ള ചടങ്ങുകൾക്ക് തുടക്കമാകുക. അതിൻ്റെ ആദ്യ ചടങ്ങാണ് പ്രധാനമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങ് എന്നുള്ളത്. ആ ചടങ്ങാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. അതിന് ശേഷം രാജ്യത്തിൻ്റെ സാംസ്കാരിക പ്രൗഢിയും ഒപ്പം തന്നെ ആയുധശേഷിയും സാങ്കേതിക ശാസ്ത്ര മേഖലകളിലുള്ള വളർച്ച ഉൾപ്പെടെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് അതിനുള്ള തുടക്കമാവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ 10:30 റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുക. അതിൻ്റെ മുന്നോടിയായുള്ള ആദ്യ ചടങ്ങാണ് പ്രധാനമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തി പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങ് എന്നുള്ളത്. ഈ ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക. പരമ്പരാഗത രീതിയിൽ, പ്രത്യേക രീതിയിലാണ് ഇന്നത്തെ ചടങ്ങുകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ് ഈ ചടങ്ങുകളെങ്കിൽ പോലും അതിൻ്റെ പുതുമ ഒരിക്കലും ചോരാതെ, അതിൻ്റെ പ്രൗഢി ഒരിക്കലും ചോരാതെ ഓരോ വർഷവും അത് കൂടുതൽ ആവേശം രാജ്യത്തെ ജനങ്ങളിലേക്ക് പകരാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ഓരോ വർഷവും ഓരോ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുള്ളത്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം സുവർണ ഇന്ത്യ, പൈതൃകവും വികസനവും എന്ന വിഷയത്തിലൂന്നിയാണ്. ഇത് രാജ്യത്തെ ഭരണഘടനയുടെ 75ാം വാർഷിക ദിനം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പം തന്നെ 3 സേനാ വിഭാഗങ്ങളുടെയും തലവന്മാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുകയാണ് ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക്. അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയാണ് 3 സേനാ വിഭാഗങ്ങളുടെയും മേധാവിമാർ. ഈ 3 സേനാ വിഭാഗങ്ങളുടെ മേധാവിമാരും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും
ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുഗമിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അവർക്ക് ആദരമർപ്പിക്കും. ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് അതിനുശേഷമായിരിക്കും ഔപചാരികമായ തുടക്കം. ഈ 76ാമത് റിപ്പബ്ലിക് ദിന പരേഡ് അടക്കമുള്ള ആഘോഷ പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കമാവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം. അതിന്റെ ആദ്യ And after that, the laying of the wreath by the Prime Minister will be a solemn tribute to those who for our today gave up their tomorrow. The circular wreath, symbolic of eternity, the continuity of the cycle of life and the journey of the being with no beginning. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രാജ്യത്തിന്റെ ധീര സൈനികരുടെ ഓർമ്മയിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ആ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാവുന്നത് ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടിയാണ്. അതിനുശേഷം 10:30 രാഷ്ട്രപതി കർത്തവ്യത്തിലെത്തുന്നതോടുകൂടി അവിടെ പരേഡിന് തുടക്കമാകാൻ പോകുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയുടെ അപ്ഡേഷൻ അല്ലെങ്കിൽ സൈനിക ശക്തിയുടെ കരുത്ത് വിളിച്ചോതുന്നതാകും കർത്തവ്യത്തിൽ നടക്കാൻ പോകുന്ന റിപ്പബ്ലിക് ദിന പരേഡ്. പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതോടെ 21 ഗൺ സല്യൂട്ട് ചടങ്ങ് അവിടെ നടക്കാൻ പോകുന്നു. 352 പേരടങ്ങുന്ന ഇന്തോനേഷ്യൻ കരസേനയിലെ സൈനികർ പരേഡിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇക്കുറി സ്വാതന്ത്ര്യ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഇക്കുറിയുള്ള പ്രത്യേകത. ഇന്ത്യൻ കരസേനയുടെ പരേഡ് സംഘം കർത്തവ്യത്തിൽ നേരത്തെ റിഹേഴ്സൽ അടക്കം എല്ലാവിധ കാര്യങ്ങളും പൂർത്തിയായിരുന്നു. നേരത്തെ വലിയ മഞ്ഞൊക്കെ റിഹേഴ്സൽ ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുന്നത് ഞാൻ നേരത്തെ ബൽറാമിനോട് ചോദിച്ചു ഓർക്കുകയാണ്. പക്ഷേ അങ്ങനെ റിഹേഴ്സലൊക്കെ പൂർത്തിയാക്കി ഒരേ മനസ്സോടെ ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ നമ്മൾ കാണുന്നതാണ് ആ കാഴ്ച. പക്ഷേ ആ കാഴ്ച എത്ര തവണ കണ്ടാലും നമുക്ക് മതിയാവാത്ത വണ്ണമുള്ള അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചിട്ടയോടെയുള്ള പരേഡ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നു. കരസേനയുടെ സംഗീത വിസ്മയം ഒരുക്കി ബാൻഡ് സംഘം, കുതിരപ്പട്ടാളം ഒക്കെ ഇവിടെയുണ്ട്. യുദ്ധ ടാങ്കറുകൾ, സൈനിക വാഹനങ്ങൾ പരേഡിനായി സജ്ജമാണ്. യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ച് സല്യൂട്ട് അല്ലെങ്കിൽ അഭിവാദ്യം നൽകുകയാണ്. രാജ്യത്തിൻ്റെ സൈനികരുടെ ഓർമ്മയ്ക്ക് മുന്നിലാണ് ആ സല്യൂട്ട് നൽകുന്നത്. രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവൻ ആഹൂതി ചെയ്തവർക്ക്, ജീവൻ സമർപ്പിച്ച രാജ്യരക്ഷയ്ക്ക് വേണ്ടി കാത്തു നിന്നവർക്ക് അവരുടെ ഓർമ്മകളിലാണ് അമർ ജവാൻ ജ്യോതിയിൽ അണയാത്ത അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമർ ജവാൻ ജ്യോതിയിൽ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ച് അഭിവാദ്യം നൽകുന്ന ദൃശ്യങ്ങളായിരുന്നു പ്രേക്ഷകർ കണ്ടത്. അതോടുകൂടി നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാവുകയാണ്. ഇനി 10:30 രാഷ്ട്രപതി കർത്തവ്യത്തിലെത്തുന്നു. അതോടുകൂടി അവിടുത്തെ പരേഡിനും അവിടുത്തെ കാര്യങ്ങൾക്കും തുടക്കമാവുന്നു. എല്ലാ കാര്യങ്ങളും അവിടെ ദിവസങ്ങളായുള്ള തയ്യാറെടുപ്പിൽ കാര്യങ്ങൾ ഫുൾ പ്രൂഫായി കാര്യങ്ങൾ സജ്ജമാണ്, പൂർണ്ണമായി സെറ്റാണ്. യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി അടക്കം പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പോഴും അഭിവാദ്യം അർപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആദരമർപ്പിക്കുകയാണ് രാജ്യത്തിൻ്റെ സൈനികർക്ക്.
രാജ്യത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി The buglers sounding the rouse, the guard commander ordering Salami Shastros salute with arms, marking the completion of 2 minutes of silence. രാജ്യത്തിന് വേണ്ടി അതിർത്തികളിൽ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ പോരാടി ജീവൻ ബലിയർപ്പിച്ച ത്യാഗികളായ ആ സൈനികരെ രാഷ്ട്രമൊന്നാകെ ഓർക്കുന്ന നിമിഷങ്ങളാണ്. 2 മിനിറ്റ് നേരമുള്ള മൗനാചരണം അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ സമർപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവിടുത്തെ പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ ഒഫീഷ്യൽ ചടങ്ങുകൾക്ക് തുടക്കമാവുന്നത്. അത് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്.